നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ വരുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കരുതലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി ഗവൺമെന്റിന്റെ പദ്ധതികളിൽ കൂടുതലും സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് പ്രധാനമന്ത്രി ഇത്തവണയും എത്തിയിരിക്കുന്നത്. സെർവിക്കൽ ക്യാൻസറിനെ ചെറുക്കാൻ ഓരോ പെൺകുട്ടികളിലേക്കും വാക്സിൻ എത്തിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ അടുത്ത ലക്ഷ്യം. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി വാക്സിൻ കണ്ടുപിടിക്കാൻ ഇന്ത്യയിലെ ഗവേഷകർക്ക് വേണ്ടി ബജറ്റിൽ തുക വിലയിരുത്തുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഭാരതത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ സുരക്ഷയ്ക്കും ശുചിത്വത്തിനുമെല്ലാം പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി. ലോകത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന 4ാമത്തെ അർബുദമാണ് സെർവിക്കൽ ക്യാൻസർ. സ്ത്രീകളുടെ സെർവിക്സിൽ രൂപപ്പെടുന്ന അർബുദത്തിനെയാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2022 മാത്രം രാജ്യത്ത് 14.13 ലക്ഷം പേർക്കാണ് സെർവിക്കൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 9.16 ലക്ഷം പേർ സെർവിക്കൽ ക്യാൻസർ മൂലം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോള ജനതയുടെ ആരോഗ്യം ലക്ഷ്യമിട്ടുള്ള ഗ്ലോബൽ ഹെൽത്ത് ഡോണറ്റിലേക്ക് സംഭാവനയായി ലഭിച്ച 600 ദശലക്ഷം US$ തുക സെർവിക്കൽ ക്യാൻസറിനെ ഇല്ലാതാക്കാനുള്ള പോംവഴി കണ്ടെത്തുന്നതിനായിട്ടാണ് വിനിയോഗിക്കുന്നത്. വാക്സിൻ ഗവേഷണത്തിന് ആവശ്യമായ ചെലവുകൾ ഇതിലൂടെ വഹിക്കപ്പെടും. ഇന്ത്യൻ വനിതകളിൽ കാണപ്പെടുന്ന 5 പ്രധാനപ്പെട്ട അർബുദങ്ങളിലൊന്നാണ് സെർവിക്കൽ ക്യാൻസർ. സ്തന അർബുദം, അണ്ഡാശയ അർബുദം, മലാശയ അർബുദം, മൗത്ത് ക്യാൻസർ എന്നിവയാണ് മറ്റുള്ളവ. അതേസമയം പുരുഷന്മാരിൽ കാണപ്പെടുന്ന ക്യാൻസറുകൾ പ്രധാനമായി ശ്വാസകോശം, അന്നനാളം, മലാശയം, വയർ, ഓറൽ ക്യാവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതികളായ ജൻധൻ യോജന, മുദ്ര തുടങ്ങിയ നിരവധി പദ്ധതികളും ഇന്ത്യയിലുടനീളം 110 ദശലക്ഷം ശൗചാലയങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്നു. കൂടാതെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വേണ്ടി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വളരെ പ്രശംസനീയമായ കാര്യമാണ്.